വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എവിടെയും കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ പോകുന്നു കേട്ടോ. ഇന്ന് രണ്ട് മക്കൾക്കും സ്കൂളിൽ പോകണ്ട, കലോത്സവങ്ങളൊക്കെ നടക്കുന്ന കാരണം പോകണ്ട, മൂത്തമോന് ട്യൂഷന് പോകണം കേട്ടോ. അപ്പം എണീറ്റിട്ട് ഞാനൊന്ന് മുറ്റത്തൊക്കെ ഒന്ന് ഇങ്ങനെ നടന്ന് നോക്കി. രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ, മുറ്റം കാണുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കേട്ടോ. അതേ ഈ മരം ഉണ്ടല്ലോ, എപ്പോഴാണ് മൂട് ഇതായി വീഴുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. നല്ല പൊക്കത്തിൽ നിൽക്കുന്ന ഒരു ആഞ്ഞിലിയാണ്, മുറിച്ച് മാറ്റാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നടന്നിട്ടില്ല ഇതുവരെ. അപ്പം ഇങ്ങനെ കാര്യമായിട്ട് തല ഉയർത്തി നിൽക്കുകയാണ്. കാറ്റടിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ നമ്മുടെ വീടിൻ്റെ ഭാഗത്തോട്ട് തന്നെ വരും കേട്ടോ. ചിലപ്പോൾ പേടിയാവും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാറ്റ് എന്നൊക്കെ പറയുന്നത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതല്ലേ. എന്നിട്ട് മോനൊരു ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മോനെ ഞാൻ ബസ് കയറ്റി വിടാനായിട്ട് വന്നിട്ടോ. മോൻ ആ ബസ് വരുന്ന ദൂരെ നിന്ന് വരുന്നതുകൊണ്ട് അങ്ങോട്ടൊക്കെ നടന്നു പോയി കേട്ടോ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ ഈ പച്ചമുളക് സാധാരണ ചേർത്തൊരു ചമ്മന്തി അരക്കത്തില്ല, അതിന് പകരം ഞാൻ വറ്റൽമുളക് ഇട്ടാണ് കേട്ടോ ചമ്മന്തി അരച്ചത്. എല്ലാവരും ചെയ്യുന്ന രീതിയിൽ തന്നെ, ഇത് പുതുമയൊന്നുമല്ല. വറ്റൽമുളക് ഇട്ട് മറ്റ് മുളക് പൊടിക്ക് പകരം ചമ്മന്തി ഉണ്ടാക്കി. മുളകിന് എരിവുള്ളത് കൊണ്ടുണ്ടല്ലോ ഞാൻ 3-4 ഇട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തത്. ഈ പാത്രം ഉണ്ടല്ലോ, ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ടുള്ള പാത്രം കേട്ടോ. അപ്പം അന്ന് കുറച്ചും കൂടെ ഇതായിട്ടുള്ള പാത്രമായിരുന്നു, ഇപ്പം ഈ ഒരു പരുവത്തിലായി. കാര്യം ആ റൗണ്ട് സൈഡിൽ കാണുന്ന ആ കറുപ്പൊന്നും അഴുക്കല്ല കേട്ടോ. അതായത് ഫുഡിൻ്റെ അഴുക്കുകളോ അങ്ങനെയൊന്നും പിടിച്ചിരിക്കുന്നതല്ല. അത് എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കഴുകിയൊക്കെ വയ്ക്കുന്നത്. ഞാൻ ഉപയോഗിക്കുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഇഡ്ഡലിയാണ്, ഇഡ്ഡലി കോരി ഒഴിക്കട്ടെ. അപ്പോൾ സാധാരണ നല്ലെണ്ണയാണ് അതിനകത്ത് തേക്കുന്നത് ആ ഇഡ്ഡലി തട്ടിൽ. ഇന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് നെയ്യ് ചേർക്കാം, അപ്പോൾ ആ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേക മണം കാണത്തില്ലേ. നിങ്ങളും ഇതേപോലെ നല്ലെണ്ണയ്ക്ക് പകരം കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കുറച്ചൊന്ന് ആ തട്ടൊക്കെ ഒന്ന് തുടച്ച് വെച്ചാലുണ്ടല്ലോ, അതിനകത്ത് ആ ഒരു ആ ഇഡ്ഡലി വേവുമ്പം തന്നെ നല്ലൊരു മണമാണ് കേട്ടോ നെയ്യുടെ. ട്രൈ ചെയ്യണേ. അങ്ങനെ പിന്നെ കാര്യമായിട്ട് തന്നെ ആ നെയ്യ് ആ കുഴിയിലൊക്കെ അങ്ങ് ആക്കി കേട്ടോ. എന്നിട്ട് ദോശമാവ് നല്ലോണം ഇളക്കി. പക്ഷേ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കേട്ടോ. ഞാൻ ഈ രാവിലെ ഇഡ്ഡലിയാണോ ദോശയാണോ ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ച മാവാണെങ്കിലുണ്ടല്ലോ, ഞാനത് കുറച്ച് നേരത്തേക്ക് മുമ്പ് എടുത്തു വയ്ക്കും. കാര്യം ആ ഒരു തണുപ്പൊക്കെ മാറാനായിട്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച മാവാണേ, അതുകൊണ്ടുണ്ടല്ലോ തണുപ്പ് അധികം മാറിയിട്ടില്ല. എനിക്കൊരു ഡൗട്ടുണ്ട്, കാര്യം ഇത് വേവാൻ അധികം സമയം എടുക്കുന്നു. കാര്യം ആ തണുപ്പ് മാറണ്ടേ. കുറേ നേരത്തേക്ക് മുമ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇഡ്ഡലി വേഗം വേവും. അങ്ങനെ ഓരോ തട്ടിലായിട്ടൊക്കെ മാവ് കോരി ഒഴിച്ച് അങ്ങ് വെച്ചു കേട്ടോ. അപ്പോഴുണ്ടല്ലോ നടുക്കത്തെ തട്ട് വയ്ക്കാതെ ഏറ്റവും മുകളിലത്തെ തട്ടെടുത്ത് വെച്ചു കേട്ടോ. മണ്ടത്തരമായിപ്പോയി. അങ്ങനെ പിന്നെ അത് വേഗം മാറ്റിയിട്ട് നടുക്കത്തെ തട്ടെടുത്ത് അതിനകത്ത് കൂടെ മാവ് ഒഴിച്ച് ഇഡ്ഡലി കോരി ഒഴിച്ചോട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഇഡ്ഡലി ദോശയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഡെയിലി ഇതൊക്കെ തന്നെയല്ലേ കഴിക്കുന്നവർ. എന്നും ഇഡ്ഡലി ദോശ അപ്പം പുട്ട് പിന്നെ ഇടിയപ്പം, ഇതിങ്ങനെ റൊട്ടേൻ ചെയ്ത് വരാണ്. ചിലപ്പം ചപ്പാത്തി, ചിലപ്പോഴല്ല മിക്കവാറും ഇവിടെ ചപ്പാത്തി ആയിട്ടോ. ചപ്പാത്തി, പൂരി ഇതൊക്കെ തന്നെ. ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് കുറേ നാളായി. ഉപ്പുമാവ് മുമ്പ് ഒരു ദിവസം രാത്രി ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ പുട്ടും വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കും. മക്കൾ തന്നെ പറയുമ്പോൾ എന്നും ഇതൊക്കെ കഴിച്ച് മടുത്തെന്ന്. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ അമ്പലത്തിലോട്ടൊന്ന് പോയതേ, നോക്കി കണ്ടോ, എന്ത് രസമല്ലേ കാണാൻ. ഇപ്പോഴും ഇങ്ങനെയൊക്കെ എന്തോ പറഞ്ഞ ആ ഒരു ഭംഗി നിലനിർത്തി പോവുകയാണ്. ദൂരെ കാണാം ആ അമ്പലം. ഞാൻ പല വഴിയിലൂടെ വന്നിട്ടാണ് ആ അമ്പലത്തിൻ്റെ പല വീഡിയോയിലായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ശിവക്ഷേത്രമാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന അമ്പലമാണ്. അതായത് സേവ് ദ ഡേറ്റൊക്കെ. ഞാൻ ചെന്നപ്പോഴും അവിടെ ഒരുപാട് ഇതുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ കയ്യിലൊരു ബാഗ് ഇല്ലാതായിപ്പോയി. ഫോണ് ബാഗിനകത്ത് ഇട്ടുകൊണ്ട് കാമ്പൗണ്ടിലോട്ട് കയറാമെന്ന് കരുതി. പക്ഷേ ബാഗ് ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ ഞാൻ ആ വണ്ടിയിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ തൊഴുതു പ്രസാദമൊക്കെ വാങ്ങിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് വീട്ടിൽ വന്നതുകൊണ്ടല്ലോ, ഇഡ്ഡലി വിശന്നിട്ട് വയ്യ. ഇഡ്ഡലിയും ആ ചമ്മന്തിയും കൂടെ കഴിച്ച് നല്ല രുചിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഇളയ മോനുണ്ടല്ലോ, ഒരു IT ഒരു ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു. അതിന് മോനെ കൊണ്ടുപോകണം. അത് വേറൊരു സ്കൂളിലോട്ടാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ കലോത്സവങ്ങൾ നടക്കുകയല്ലേ. അങ്ങനെ മോനെ സ്കൂളിലോട്ട് വിടുന്നില്ല, അല്ലാതെ ടീച്ചേഴ്സാണ് കൊണ്ടുപോകേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സ്കൂളിൽ കൊണ്ടുപോയി കേട്ടോ. നമ്മുടെ വീടിന് അടുത്ത് കുറച്ച് ദൂരം തന്നെയാണ്. അപ്പം പിന്നെ എനിക്കത് കഴിയുമ്പോൾ അവനെയും കൂട്ടിക്കൊണ്ട് വരാമല്ലോ. അങ്ങനെ പോയി. സ്കൂളിൽ പോകാത്തതിൻ്റെ സന്തോഷം നിറയുണ്ട് കേട്ടോ. വേഗം പരിപാടി കഴിഞ്ഞ് വീട്ടിൽ വരാമേ എന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ, മത്സരം ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല കേട്ടോ. നേരത്തെ തുടങ്ങേണ്ട മത്സരങ്ങൾ തന്നെ തുടങ്ങിയിട്ടില്ല. അവിടെ തന്നെ ഞങ്ങൾ ഇരിക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ, മോനെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ മോനും ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ടീച്ചർ ഞാനോട്ടൊക്കെ കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ. എന്താവും, എത്ര നേരമാവും എന്നൊന്നും അറിയാൻ വയ്യ, ഗൂഗിളിൻ്റെ അമ്മേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. ടീച്ചറിൻ്റെ മോനും എൻ്റെ മോനും കൂടെ അവിടെ നിന്നങ്ങ് തകർത്ത് സംസാരമാണ്. എന്താവും എന്നറിയത്തില്ല എന്നൊക്കെ ആയിരിക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ മോനെ വിളിച്ചോട്ടോ. 2 പേർക്ക് 2 മത്സരമാണ് കേട്ടോ. അങ്ങനെ അവൻ കയറിയതിന് ശേഷം ഇവനുണ്ടല്ലോ അങ്ങ് ബോറടിച്ചു. അങ്ങനെ ഇവൻ ആ സ്കൂളിൻ്റെ അറ്റവും മൂലയൊക്കെ അവിടെയൊക്കെ നടന്നു കേട്ടോ. 11 മണിക്ക് തുടങ്ങേണ്ട മത്സരമായിരുന്നു. തുടങ്ങിയപ്പോൾ 12 മണി കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെയൊക്കെ വിളിച്ചു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താവുമെന്ന്.
അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ രാവിലെ ഇറങ്ങിയപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയാണല്ലോ ഉണ്ടാക്കിയത്. ഞാൻ തിരിച്ച് വരുമ്പം ഞാൻ വിളിച്ച് 12 മണിയൊക്കെ ആകുമ്പോൾ വരുമല്ലോ തിരിച്ച്. അപ്പോഴേ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ചോറ് ഇരിപ്പുണ്ട്, പിന്നെ ചമ്മന്തിയോ മുട്ടയൊക്കെ ആക്കാം എന്ന് കരുതിയതാണ്. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ 2:15 കഴിഞ്ഞു. അപ്പോൾ എനിക്കറിയാം 2:15 ആവും, 1:30 മണി തന്നെ കഴിഞ്ഞു സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അങ്ങനെ പിന്നെ 2 പൊതി ബിരിയാണി വാങ്ങിച്ചിട്ട്, പക്ഷേ മണ്ടത്തരായിപ്പോൾ 1 പൊതി വാങ്ങിച്ചാൽ മതിയായിരുന്നു. കാര്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ബിരിയാണി തന്നത്. കാര്യം സാധാരണ 120, 100 ചിലയിടത്തൊക്കെ 100 കാണും, ചില 120, 140 അതുകൊണ്ടായിരിക്കാം ആ ക്വാണ്ടിറ്റി. അതും കല്യാണ ബിരിയാണിയാണ് കേട്ടോ. ഇതേ നോക്കി നല്ല വാഴയില, അതായത് 2-3 പേർക്ക് ആ വാഴയില തന്നെ എടുത്ത് സെപ്പറേറ്റ് ആക്കി കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ ഞാനതാണ്, എനിക്ക് വാഴയില കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നി കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെ ചില കടകളിലൊക്കെ ചെറിയൊരു പീസ് വാഴയിലല്ലേ തരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഈ ഫുഡൊക്കെ പൊതിയുന്ന പേപ്പറിലോ ആയിരിക്കും, അതിനേക്കാളും നല്ലതാണ് ഈ വാഴയില. അതുപോലെ ഞാൻ സ്ഥിരം വാങ്ങിക്കുന്നതാണ് കേട്ടോ ആ കടയിലെ ബിരിയാണി. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല വലിയ പീസുമാണ് കേട്ടോ തന്നത്. അങ്ങനെ ബിരിയാണിയൊക്കെ ഇരുന്ന് അങ്ങ് കഴിച്ചു. കുറച്ചധികം വന്നു, അതങ്ങ് ഞാൻ അടച്ചു വെച്ചോട്ടോ, വേണമെങ്കിൽ പിന്നെ എടുത്ത് പിള്ളേർക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്നിട്ട് കയറിയും കിടന്നു. ബിരിയാണിയല്ലേ കഴിച്ചത്, അങ്ങ് കിടന്നു. നോക്കിയപ്പോൾ പെരുമഴ. ഇന്ന് പകൽ കുറച്ച് വെട്ടം ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ തുണിയൊന്നും കഴുകാൻ പറ്റില്ല. കാര്യം മോന് വേണ്ടി സ്കൂളിൽ പോയിരുന്നില്ലേ. മഴയൊക്കെ കഴിഞ്ഞ് മോനെ ട്യൂഷൻ വിട്ടപ്പോഴുണ്ട് എൻ്റെ ചെടികളും, എനിക്ക് ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ചെടിയെല്ലാം ഇതായി. കാര്യം വെച്ചാൽ ഞാൻ വീടിനകത്ത് വെക്കുന്നതാണ്, സിറ്റൗട്ടിലൊക്കെ വെക്കുന്നതാണ്. ആ ചെടിയൊക്കെ ഇങ്ങ് ഒരുമാതിരിയായി കേട്ടോ. നോക്കുന്നതും കുറവാണ്, എന്നാലൊട്ട് നോക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാനങ്ങനെ കളയത്തൊന്നുമില്ല. നോക്കിയപ്പോൾ ഉണ്ടല്ലോ വല്ലാണ്ടൊക്കെ ഇരിക്കുന്നു. ഇനി എന്താണ്, തണുപ്പ് മാത്രമാണോ എന്തോന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ ഇടയ്ക്ക് വെച്ച് കാണിച്ചില്ല ഓർക്കിഡ്, അതിൻ്റെ പൂവെല്ലാം വിരിഞ്ഞു കേട്ടോ. ആ മഴയത്ത് എന്തായാലും പൊഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചതാണ്. അതെല്ലാം നല്ല സെറ്റായിട്ട് പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഇനി ഇത് വേഗം പൊഴിഞ്ഞു പോകും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഇതിനിടയ്ക്ക് ഞാൻ 2 ദിവസത്തിന് മുമ്പ് സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ അവക്കാഡോ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല പഴുത്തു, പക്ഷേ ഒരു സൈഡ് കൊണ്ടങ്ങ് കറുത്ത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഭാഗത്തിന് കേടായിരിക്കും എന്ന് കരുതി. പക്ഷേ കേടൊന്നുമല്ല, നല്ല രീതിക്ക് തൊലി ഭാഗം മാത്രമാണെന്ന് കറുത്തത്. എന്നിട്ട് അവക്കാഡോയിൽ മോനാണ് കേട്ടോ പഞ്ചസാര ഇട്ടത് കൂടുതലിട്ട്. ഞാൻ കുറച്ച് ഇടത്തുള്ളായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ 2 ഏലക്കയും കൂടി ഇടും ആ ഒരു മണത്തിന്. എന്നിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് അങ്ങ് അടിച്ചു കേട്ടോ. നല്ല അടിച്ച് ഒരു ഗ്ലാസ് അങ്ങ് കുടിച്ചു. ഒരു ഗ്ലാസ് ഫുൾ കുടിച്ചില്ല കേട്ടോ, ഞാൻ അതിൻ്റെ ഒരു 3/4 ഗ്ലാസ് കുടിച്ചു. ബാക്കി ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചില്ല, 3 ഗ്ലാസ് ഉണ്ടായിരുന്നു. എന്നിട്ടുണ്ടല്ലോ രാവിലെ ഉണ്ടാക്കിയ ഒരു തട്ട് ഇഡ്ഡലി അധികം വന്നു കേട്ടോ. ഞാനത് അങ്ങനെ തന്നെ അതിനകത്ത് തന്നെ വെച്ചിരുന്നു. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുത്ത് മക്കൾക്ക് കൊടുത്തു കേട്ടോ. ഞാൻ കഴിച്ചില്ല, ഞാൻ അവക്കാഡോ ഒരു ജ്യൂസ് കുടിച്ചല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.